തിരുവനന്തപുരത്തേക്ക് തന്നെയാണ് പോകുന്നത്. അവിടെ ബി.ജെ.പിയുടെ പ്രതിഷേധം KPCC ആസ്ഥാനത്തിന് മുന്നിൽ നടക്കുന്നുണ്ട്. ആ പ്രതിഷേധത്തിലേക്ക് തന്നെയാണ്, ആ പ്രതിഷേധ കാഴ്ചകളിലേക്ക് തന്നെയാണ് പോകുന്നത്. റഹീസ് റഷീദുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. റഹീസ്, ശക്തമായ പ്രതിഷേധമായിരുന്നു ഇത്രനേരം കണ്ടത്. പോലീസുമായുള്ള വാക്കേറ്റമടക്കം കണ്ടു. പ്രതിഷേധക്കാർ പിന്മാറാതെ നിൽക്കുന്നതും കണ്ടു. പ്രതിരോധിക്കാൻ കഴിയാതെ പോലീസ് നിൽക്കുന്നതും കണ്ടു. എന്തായാലും ഇപ്പോൾ പ്രവർത്തകരെ കൊണ്ടുപോകാനുള്ള ശ്രമം പോലീസ് നടത്തുന്നുണ്ട്. പിരിഞ്ഞു പോവുകയാണോ? എന്താണ് നീക്കം? ശ്രുതി, BJP പ്രവർത്തകർ മറ്റ് സംഘർഷത്തിനൊന്നും നിൽക്കാതെ പിരിഞ്ഞു പോവുകയാണ്. പോലീസ് അറസ്റ്റ് ചെയ്ത പ്രവർത്തകരെ വാഹനത്തിൽ കയറ്റാനുള്ള ശ്രമം നടത്തിയപ്പോൾ VV രാജേഷിന്റെയും ജില്ലാ പ്രസിഡന്റ് കരമന ജയന്റെയും നേതൃത്വത്തിലുള്ള നേതാക്കൾ എത്തി പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യരുത്, ഇവർ പിരിഞ്ഞു പൊയ്ക്കൊള്ളും എന്ന നിലപാട് സ്വീകരിച്ചു. അതോടുകൂടി അറസ്റ്റ് വേണ്ടതില്ല എന്ന തീരുമാനത്തിൽ പോലീസ് എത്തുകയും പ്രവർത്തകരെ ഇവിടെ നിന്ന് മാറ്റുകയുമാണ് ചെയ്യുക. ഇപ്പോൾ പ്രകടനം വന്ന വഴിയിൽ BJP പ്രവർത്തകർ തിരിച്ചു പോവുകയാണ്. നേരത്തെ അവർ തള്ളിമറിച്ചിട്ട ബാരിക്കേഡിന്റെ സ്ഥലത്തോടുകൂടി തന്നെ തിരിച്ചവർ പോവുകയാണ്. ഏതാണ്ട് ഒരു 10-30 മീറ്റർ അടുത്തുവരെ KPCC ഓഫീസിന്റെ അടുത്തുവരെ പ്രവർത്തകർ ബാരിക്കേഡ് മറിച്ചിട്ടെത്തി. എന്നിട്ടും പോലീസ് സംയമനം പാലിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. ഒരു ലാത്തി ചാർജിലേക്ക് പോലീസ് കടക്കേണ്ട ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. പക്ഷേ അതിലേക്ക് അവർ പോയില്ല. പ്രവർത്തകരെ കൈകൊണ്ടും മറ്റും തടഞ്ഞു നിർത്താനുള്ള ശ്രമം, ജലപീരങ്കി ഉപയോഗിച്ച് തടഞ്ഞു നിർത്താനുള്ള ഒരു ശ്രമമാണ് നടത്തിയത്. ഇപ്പോൾ VV രാജേഷ് മാധ്യമങ്ങളെ കാണുന്നുണ്ട്. അദ്ദേഹം ചില പ്രവർത്തകർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഒരു പ്രവർത്തകയ്ക്ക് മർദ്ദനമേറ്റു. അത് പോലീസിന്റെ ഭാഗത്തു നിന്നാണോ മറ്റ് കല്ലേറ് ഉണ്ടായതുകൊണ്ടാണോ എന്ന കാര്യം വ്യക്തമല്ല. അക്കാര്യങ്ങൾ VV രാജേഷ് മാധ്യമങ്ങളോട് പറയുകയാണ്. പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ ഉദ്ഘാടനം കഴിഞ്ഞ് തിരിച്ചു പോയിട്ടുണ്ട്. അതായത് രാജീവ് ചന്ദ്രശേഖരൻ, V മുരളീധരൻ, VV ഗോപകുമാർ അടക്കമുള്ള BJPയുടെ MLA-മാരൊക്കെ സ്ഥലത്ത് നിന്ന് പോയിട്ടുണ്ട്. ഇനി വളരെ കുറച്ച് പ്രവർത്തകർ മാത്രമാണുള്ളത്. അവർ ഈ സ്ഥലത്ത് നിന്ന് മാറുകയാണ്. ഇതൊരു പ്രധാനപ്പെട്ട റോഡാണ്. ആ റോഡ് ഏതാണ്ട് 1.5-2 മണിക്കൂറായി, 1 മണിക്കൂറായി ഇവരുടെ പ്രകടനം വന്നിട്ട് അതിന് 1 മണിക്കൂർ മുമ്പ് തന്നെ പോലീസ് ബാരിക്കേഡ് വെച്ച് റോഡ് ബ്ലോക്ക് ചെയ്ത് തിരുവനന്തപുരത്ത് നിന്ന് വട്ടിയൂർക്കാവിലേക്ക് പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴിയാണ്. അതുകൊണ്ട് വലിയൊരു വാഹനങ്ങളുടെ നീണ്ട നിര കാണാം. BJP പ്രവർത്തകർ പൂർണ്ണമായും ഈ സ്ഥലത്ത് നിന്ന് പിരിഞ്ഞു പോവുകയാണ്. അവർ ബാരിക്കേഡ് മറിച്ചിട്ടു, പോലീസിന്റെ ഷീൽഡ് റോഡിലടിച്ച് പൊട്ടിച്ചു, പോലീസിന് നേരെ കല്ലെറിഞ്ഞു, വെള്ളക്കുപ്പി എറിഞ്ഞു. എന്നിട്ടൊന്നും ഒരു തരത്തിലുള്ള പ്രകോപനത്തിനും ലാത്തിച്ചാർജ് അടക്കമുള്ള ഗ്രനേഡ് അടക്കമുള്ളവയൊന്നും പ്രയോഗിക്കാൻ പോലീസ് മുതിർന്നില്ല എന്നത് നമ്മൾ ഇവിടെ കണ്ടു. അറസ്റ്റിലേക്ക് പോലും പോയിട്ടില്ല. നേതാക്കൾ ഇടപെട്ട് അറസ്റ്റ് ചെയ്യരുത് എന്ന നിലപാടെടുത്തപ്പോൾ എങ്കിൽ നിങ്ങൾ പിരിഞ്ഞു പോവുകയാണെങ്കിൽ അറസ്റ്റ് ഒഴിവാക്കുന്നു എന്നതാണ് പോലീസ് സ്വീകരിച്ച സമീപനം. അതുകൊണ്ട് തന്നെ പ്രവർത്തകർ പിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പരമാവധി സംയമനം പോലീസ് പാലിച്ചു എന്നുള്ളതാണ്. എന്തായാലും പ്രതിഷേധക്കാർ BJP പ്രവർത്തകർ പിരിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്.